നമസ്കാരം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതോടെ എല്ലാം കഴിഞ്ഞു എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ഇത് തുടക്കമാണെന്ന് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. പിണറായി വിജയന്റെ മറ്റൊരു പതിപ്പായിരിക്കും വി.ഡി. സതീശൻ എന്ന് മുമ്പ് പലപ്പോഴും ഞാൻ ആവർത്തിച്ചിട്ടുള്ളത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ധാർഷ്ട്യത്തിലും പെരുമാറ്റത്തിലും പിണറായി വിജയനെ കവച്ചു വയ്ക്കുന്നവനാണ് താനെന്ന പ്രതിപക്ഷ നേതാവായിരുന്ന കഴിഞ്ഞ 5 കൊല്ലങ്ങൾ കൊണ്ട് സതീശൻ നമുക്ക് തെളിയിച്ചു തന്നിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയാകുമ്പോൾ ആ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ഇരട്ടിക്കും എന്നും ഉറപ്പാണ്. മാത്രമല്ല, സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആദ്യം മുതൽ തന്നെ വാശി പിടിച്ചു നിന്നത് മുസ്ലിം ലീഗാണ്. മുതിർന്ന നേതാക്കളായ കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും തഴഞ്ഞുകൊണ്ട് ലീഗ് സതീശനൊപ്പം നിലയുറപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ടായിരിക്കണം. ലീഗിനാകെയുള്ളത് 23 MLA-മാരാണ്. ആ 23 പേരുടെ പിന്തുണ ഇല്ലെങ്കിലും ഭരിക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സതീശന്റെ കാര്യത്തിൽ ലീഗ് ഉറച്ചു നിന്നത്. മുമ്പൊക്കെ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളതിന് അഭിപ്രായം പറയാറുണ്ടായിരുന്നെങ്കിലും ലീഗ് കടുംപിടുത്തം പിടിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ആ പിടിവാശി വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി മുസ്ലിം ലീഗിന്റെ ഒരു കോടാലി കൈയായി സതീശൻ പ്രവർത്തിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള പരിഹാസങ്ങൾ സതീശനെതിരെ ഉയർന്നിട്ടുണ്ട്. ഒന്നും കാണാതെ സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വാശി പിടിക്കേണ്ട ഒരു കാര്യവും ലീഗിനില്ല. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം പലയിടങ്ങളിലും ഉയർന്ന ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളുമാണ്. സതീശൻ നാടിനെ നയിക്കട്ടെ, ഷാഫി പറമ്പിൽ KPCC നയിക്കട്ടെ എന്നായിരുന്നു ആ പോസ്റ്ററുകൾ. നിഷ്കളങ്കരായിട്ടുള്ള ആരുമല്ല ആ ഫ്ലെക്സുകൾ ഉയർത്തിയത് എന്നുള്ള കാര്യം തലയ്ക്ക് വെളിവുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. KPCC നയിക്കാൻ തക്ക എന്ത് യോഗ്യതയാണ് ഷാഫി പറമ്പിലിനുള്ളത്? അപ്പോൾ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാനുള്ള ലീഗിന്റെ ആദ്യ പടിയാണ് ഇതെല്ലാം. മുമ്പെങ്ങും കാണാത്ത പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമാണ് വി.ഡി. സതീശന് വേണ്ടി കേരളത്തിലെ നിരത്തുകളിൽ നടന്നത്. ഒടുവിൽ ഹൈക്കമാൻഡിന് പോലും ലീഗിന്റെയും സതീശന്റെയും പിടിവാശിക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഗതികെട്ടിട്ടാണ് ഇന്നലെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പ്രതികരിച്ചത്. ഇതിന്റെ പേരിൽ പലരും, മാധ്യമങ്ങൾ ഉൾപ്പെടെ, സുകുമാരൻ നായരെ പരിഹസിക്കുന്നതും വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും കണ്ടു. എന്തിനാണത്? സുകുമാരൻ നായർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? വെള്ളാപ്പള്ളിയുടെ പല നിലപാടുകളോടും യോജിപ്പില്ല. പക്ഷേ സതീശൻ മുഖ്യമന്ത്രിയായാൽ ഭരണം നിയന്ത്രിക്കുന്നത് ലീഗായിരിക്കുമെന്ന് മുമ്പ് തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. അതിന് സൈബർ ആക്രമണം ഉൾപ്പെടെ വെള്ളാപ്പള്ളിക്ക് നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി പറഞ്ഞതായിരുന്നു ശരിയെന്ന് ഇപ്പോൾ തോന്നുന്നു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനു ശേഷം ലീഗ് നടത്തിയ പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യം ലീഗ് ഭരിക്കും കേരള മണ്ണ്, ലീഗ് പറയും നിയമങ്ങൾ എന്നായിരുന്നു. വെള്ളാപ്പള്ളിക്കെതിരെയും സുകുമാരൻ നായർക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ ഭീഷണി മുദ്രാവാക്യങ്ങളാണ് ലീഗ് പ്രവർത്തകർ മുഴക്കിയത്. സതീശന് വേണ്ടി അലമുറയിട്ടു കരഞ്ഞ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമൊക്കെ ഇത് കാണണം. രമേശ് ചെന്നിത്തലയെയും കെ.സി. വേണുഗോപാലിനെയും പിന്തള്ളിയാണ് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം ഒപ്പിച്ചെടുത്തത്. അതിന്റെ ഫലം പിന്നാലെ വരും. മുഖ്യമന്ത്രി കസേര ഒരു മുൾക്കിരീടമാണെന്ന് അധികം വൈകാതെ സതീശന് മനസ്സിലാകും. ലീഗും പിന്നെ കുറച്ചു പേരുമാണ് സതീശനോടൊപ്പമുള്ളത്. മുഖ്യമന്ത്രിയായി കഴിയുന്നതോടെ PR വർക്കുകാരൊക്കെ അവരുടെ പാട്ടിന് പോകും. അല്ലെങ്കിൽ മാസാമാസം അവർക്ക് തുട്ടെണ്ണി കൊടുക്കണം. ഇനി അങ്ങനെ എണ്ണിക്കൊടുത്ത് അവരെ കൂടെ നിർത്തിയാൽ തന്നെ സർക്കാരിനുണ്ടാകുന്ന വീഴ്ചകളുടെ പഴി മുഴുവൻ സതീശൻ കേൾക്കേണ്ടിയും വരും. എന്തായാലും പിണറായി ഒഴിഞ്ഞതിനു ശേഷമുള്ള ഒരു അധ്യായം ഇവിടെ തുടങ്ങുകയാണ്. ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് തോന്നിയേക്കാം ഇതിനേക്കാൾ ഭേദം പിണറായി ആയിരുന്നു എന്ന്. എന്തായാലും കാത്തിരുന്നു കാണാം പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നത് എങ്ങനെയെന്ന്.